സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചേർത്തിയിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഗാർ സൗറിൽ കഴിയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കളുടെ കാൽപാദങ്ങളല്ലേ മേലെ കാണുന്നത്. ലൗ നളറ അഹദുഹും തഹത ഖദമൈഹി ലഅബ്സറനാ. കാല് പൊക്കിയിട്ട് തായോട്ട് നോക്കിയാൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ കാണൂലേ? നമ്മൾ അവരെ കാലിങ്ങനെ ഗുഹയുടെ മുഖത്ത് വെച്ചത് താഴെന്ന് നോക്കിയിട്ട് മേലെ കാണുന്നുണ്ടല്ലോ. ഉമയ്യത്തിന്റെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? അത് ഓരോരുത്തരുടെയും ശബ്ദം വേറിട്ട രൂപത്തിൽ തായോട്ട് കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ കാലുപൊക്കിയിട്ട് തായോട്ട് നോക്കിയാ നമ്മളെ കാണൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, മാ ളന്നുക യാ അബൂബക്കർ ബിസിനൈനില്ലാഹു സാലിസുഹുമാ. അബൂബക്കർ തങ്ങളെ, നിങ്ങളുടെ ധാരണ എന്താണ്? നമ്മൾ രണ്ടുപേരും നമ്മോടൊപ്പം കാവലായിട്ട് നമുക്ക് കാവൽ നൽകുന്നത് അല്ലാഹുവല്ലേ? നമുക്ക് കാവൽ നൽകുന്നത് അല്ലാഹുവല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പിൽക്കാലത്ത് സ്വഹാബിമാര് പലരും പറയാറുണ്ട്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇതുപോലെ ചേർത്തി പറയാനുള്ളൊരു ഭാഗ്യം മറ്റൊരാൾക്കും കിട്ടിയിട്ടില്ല. അത് ചെറിയൊരു ഭാഗ്യമല്ല. നിങ്ങൾ വിഷമിക്കരുത്. ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ നോട്ടവും സഹായവും നമ്മോടൊപ്പമുണ്ട്. നമ്മോടൊപ്പം എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ സന്തത സഹചാരിയായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം കൊടുത്തു. തങ്ങളെ മോതിരം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നത് ഒരു മോതിരമാണ്, രണ്ട് മോതിരമല്ല. നമുക്കൊരു സ്പെഷ്യൽ സുന്നത്ത് വേണ്ട, ഒരൊറ്റ മോതിരം ധരിച്ചാൽ മതി. രണ്ട് മോതിരവും മൂന്ന് മോതിരവും ഒന്നും ധരിക്കരുത്, ഒരൊറ്റ മോതിരം ധരിച്ചാൽ മതി. അതും സഹോദരങ്ങളെ, വെള്ളിയുടെ മോതിരമാണ് പുരുഷൻ ധരിക്കേണ്ടത്. വെള്ളിയുടെ മോതിരം, സ്വർണ്ണ മോതിരം പുരുഷൻ ധരിക്കുന്നത് ഹറാമാണ്. കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, ഇന്നലെയും മിനിയാന്നും ബഹ്റൈനിലും അതിന്റെ മുമ്പ് പല സ്ഥലങ്ങളിലും പോയപ്പോ ഞാനൊരു കാഴ്ച കണ്ടു. ചിലപ്പോ അറിവില്ലാത്തത് കൊണ്ടായിരിക്കും, നമ്മൾ ഉണർത്തി കൊടുക്കണമല്ലോ. നാട്ടിൽ വരുന്ന ചില ആളുകളിലും അത് കാണാറുണ്ട്. അതേ, ചില ആളുകൾ അവരെ കയ്യിൽ വെള്ളിയുടെ ഒരു പ്രത്യേക ചെയിന്, ഒരു പ്രത്യേക വള മോഡൽ ഒരു ചെയിന്. വള ധരിക്കൽ സുന്നത്തുള്ളത് പുരുഷനല്ല, സ്ത്രീകൾക്കാണ്. അവർക്കാണ് വളധരിക്കൽ സുന്നത്തുള്ളത്. എന്തിനാണ് വെള്ളിന്റെ ഒരു ചെയിന് വളയാക്കിയിട്ട് പുരുഷൻ ധരിക്കുന്നത്? പുരുഷനാണോ വളധരിക്കൽ സുന്നത്തുള്ളത്? വള പുരുഷന്മാർക്ക് നൽകുന്നൊരു സമയം വരാനുണ്ട്. അത് ഇവിടെ വെച്ചല്ല, പാരത്രിക ലോകത്താണ്. സ്വർണത്തിന്റെ വളകൾ അവിടെ ആഭരണമായി അണിയിക്കപ്പെടും. വെള്ളിയുടെ വളകളും ആഭരണമായി അണിയിക്കപ്പെടും. മുത്തിന്റെ വളകളും ആഭരണമായി അണിയിക്കപ്പെടും. അത് ഖുർആൻ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. പുരുഷൻ ധരിക്കേണ്ടതല്ല ആ വള. ചില ആളുകളെ കഴുത്തിലൊക്കെ വെള്ളിയുടെ ചെയിന് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ വെള്ളിയാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് സ്വർണത്തിലേക്ക് മാറും. വെള്ളിന്റെ ചെയിനാണെങ്കിലും സ്വർണത്തിന്റെ ചെയിനാണെങ്കിലും ചെയിനും മാലയും ധരിക്കേണ്ടത് പുരുഷനല്ല, അത് സ്ത്രീയാണ്. കുട്ടികൾ ധരിക്കുന്നതിന് വേറെ മസലയുണ്ട്. ഇപ്പോഴും ഇയാള് കുട്ടിയാണോ? 45 വയസ്സായിട്ടും 25 വയസ്സായിട്ടും കുട്ടിയാണോ? പിന്നെ കുട്ടിത്വം ഏത് കാലത്താണ് വിട്ടുപോവുക? അതുകൊണ്ട് ആ കാര്യം ഇടക്കൊന്ന് ശ്രദ്ധിക്കണം. മോതിരം ധരിക്കൽ സുന്നത്താണ്. മോതിരം അയച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കയ്യിൽ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു, സിദ്ദീഖ്, ഇതിലുള്ള എന്റെ സീല് അല്പം മാഞ്ഞുപോയ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തിന് സീലടിക്കാറുണ്ട്. സീലുള്ളത് മോതിരത്തിന്റെ നമ്മൾ കല്ല് വെക്കുന്ന ഭാഗത്താണുള്ളത്. എന്താണ് അവിടെ എഴുത്തുള്ളത്? അല്ലാഹ് എന്ന ഒരു ജലാലത്തിന്റെ ഇസ്മാണ് ആ മോതിരത്തിന്റെ മേൽ എഴുതിയിട്ടുള്ളത്.
ഇമാം റാസി റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിക്കുന്നുണ്ട്. മോതിരത്തിന്റെ മേൽ കൊത്തിവെച്ചിരിക്കുന്നത് അല്ലാഹു എന്നുള്ള ഇസ്മാണ്. അത് ഒന്ന് ഭംഗിയാക്കി ഒന്ന് ഇനി സീല് വെക്കുമ്പോ നല്ലവണ്ണം അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരം കൊണ്ടുപോയിട്ട് കൊത്തുപണിക്കാരനോട് പറഞ്ഞു, മേലെ അല്ലാഹു എന്നും അതിന്റെ താഴെ നേരെ മുഹമ്മദ് എന്നും എഴുതണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എന്നുള്ളത് എഴുതിയത് ഒന്ന് റെഡിയാക്കി അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് സീല് വെക്കുമ്പോ നല്ലോണം കാണുന്ന രൂപത്തിലാക്കി കൊണ്ടുവരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം കൊടുത്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരം കൊണ്ടുപോയിട്ട് കൊത്തുപണിക്കാരനോട് പറഞ്ഞു, മേലെ അല്ലാഹു എന്ന് എഴുതണം, നേരെ താഴെ മുഹമ്മദ് എന്ന് എഴുതണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മോതിരം വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, മാ ഹാദിഹി സവാഇദു യാ അബൂബക്കർ. അല്ല അബൂബക്കർ തങ്ങളെ, കുറെ ഏറെ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ എഴുതാൻ പറഞ്ഞത് നിങ്ങളോട് ശരിയാക്കാൻ പറഞ്ഞത് അല്ലാഹു എന്നുള്ള ജലാലത്തിന്റെ ഇസ്മല്ലേ, കുറെ ഏറെ എഴുതി കാണുന്നുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അല്ലാഹു എന്നുള്ള ഇസ്മ മാത്രം തനിച്ച് നിൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു എന്ന ഇസ്മ എവിടെയെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ടോ, അതിന്റെ കൂടെ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇസ്മില്ലയോ, അങ്ങ് അർശിന്റെ മേലെ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനോട് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒരേ ഒരു ഇസ്മ മാത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഇസ്മ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേര് അവിടെ ഇല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമം അവിടെ ഇല്ല. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ കൂടെ അർശിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു നാമം അത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നാമമാണ്. ആ നാമം അവിടെ കണ്ടപ്പോഴല്ലേ ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം കൊണ്ട് എനിക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. ആ സമയത്ത് അല്ലാഹു തആല ചോദിച്ചു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, വകൈഫ അറഫ്തഹു വലം അഖ്ലുഖുഹു. ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ രൂപഭാവം ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, അവിടുത്തെ നൂറ് നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പടച്ചിട്ടില്ലല്ലോ, എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ അർശിലേക്ക് നോക്കുമ്പോ അർശിന്റെ മുകളിൽ നിന്റെ ഇസ്മിനോട് ചേർത്ത് എഴുതി വെച്ച ഒരേ ഒരു ഇസ്മ ഞാൻ കണ്ടു, മറ്റൊരു ഇസ്മ അവിടെ ഇല്ല. നിന്റെ പേരിന്റെ നാമത്തിന്റെ കൂടെ എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു നാമം അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു നാമമാണ്. ഞാൻ മനസ്സിലാക്കി, ഇത്രയും ബഹുമാനമുള്ള ഒരു നാമമല്ലേ നിന്റെ നാമത്തിന്റെ കൂടെ ചേർത്ത് എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കൊണ്ട് എനിക്ക് മാപ്പാക്കണേ അല്ലാഹ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടല്ലേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിങ്കൽ നിന്ന് ചില വചനങ്ങളൊക്കെ ദർശിച്ചു. അത് മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോൾ അല്ലാഹു തൗബ സ്വീകരിച്ചു.
ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. അല്ലാഹു കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണല്ലോ. അതിനെ സംബന്ധിച്ചാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളും പറഞ്ഞത്, അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. നബിയേ, അവിടുന്ന് ആരാണ്? ആദം നബി അലൈഹിസ്സലാം തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചപ്പോ ഫാസ, ആദം നബി അലൈഹിസ്സലാം വിജയിച്ചു. വഹുവ അബാക, നിങ്ങളെ ഉപ്പയല്ലേ ആദം നബി അലൈഹിസ്സലാം, എന്നിട്ടും നിങ്ങളെ കൊണ്ടല്ലേ വിജയം കിട്ടിയത്. സഹോദരങ്ങളെ, വാങ്ക് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ വചനം മാത്രം പറഞ്ഞാൽ മതിയാകുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ പറയുന്നില്ലേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്? ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനുള്ള ഹംദ് പറയുമ്പോ സ്വലാത്ത് പറയുന്നില്ലേ? പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് അവിടെയും സ്വലാത്ത് സുന്നത്തില്ലേ? ബിസ്മി ചൊല്ലുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ അങ്ങനെ സ്വലാത്തും സലാമും സുന്നത്തായി വന്നിട്ടില്ലേ? അല്ലാഹുവിനെ പറയുന്നിടത്ത്, അല്ലാഹുവിനെ ഓർക്കുന്നിടത്ത്, അല്ലാഹുവിനെ എഴുതുന്നിടത്ത് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതും എഴുതുന്നതും വലിയ മഹത്വമായി തങ്ങൾക്ക് വേറിട്ട് അല്ലാഹു നൽകിയതല്ലേ. ഇതൊക്കെ കൂടി അല്ലാഹു പഠിപ്പിച്ചു. വറഫഅനാ ലക ദിക്റക, ഓ നബിയേ, അങ്ങയുടെ പേരും അങ്ങയുടെ പ്രശംസയും മറ്റൊരാളെ പോലെയും അല്ല. ആയത്തിന് ഇമാം മഹല്ലി തങ്ങൾ നൽകിയ തഫ്സീർ എന്താണ്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. എന്നെ എവിടെയെല്ലാം പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തങ്ങളെയും പറയപ്പെടണം നബിയേ. അള്ളാഹുവിനെ പറയുന്നിടത്ത് ഇപ്പുറത്ത് നേരെ പറയണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം. അത് പറയാതെ കഴിയില്ലല്ലോ. എത്രമാത്രം വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് നബിയേ, അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ മാത്രം മോതിരത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കൊത്തുപണിക്കാരനോട് ഞാൻ പറഞ്ഞു, ആ ഇസ്മിന്റെ അടിയിലായിട്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം കൂടി കൊത്തിവെക്കണം, എഴുതി വെക്കണം. എന്തിനാ ഞാനിത് പറഞ്ഞത്? ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയ ബഹുമാനം ചെറിയ ബഹുമാനല്ല. സ്ഥാനം കിട്ടിയത് ചെറുതല്ല. അപ്പൊ ചോദിച്ചു, അതല്ല, ഈ മോതിരത്തിന്റെ മുകളിൽ തന്നെ ഒരു മൂന്നാം വരിയും കാണുന്നുണ്ടല്ലോ സിദ്ദീഖേ, എന്താ ഒരു മൂന്നാം വരി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എനിക്കറിയില്ല നബിയെ, മൂന്നാം വരി എന്താണെന്നറിയില്ല. ഞാൻ ആകെ 2 വരി എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. മുകളിൽ അള്ളാഹു എന്നും അതിന്റെ നേരെ താഴെ മുഹമ്മദ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ വരി അതെനിക്കറിയില്ല നബിയെ. അപ്പോഴേക്ക് ഇറങ്ങി വന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മൂന്നാമത്തെ വരി ഞാൻ എഴുതിയതാണ്. എന്താണ് മൂന്നാമത്തെ വരി? അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ വരി അതാണ്. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ചേർത്ത് എഴുതി വെക്കാൻ കൽപ്പിച്ചപ്പോൾ ആ മഹബ്ബത്തിന്റെ വലുപ്പത്തിന്, ആ ആദരവിന്റെ അംഗീകാരത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ബഹുമാനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇങ്ങനെ ഒരു ബഹുമാനവും ഒരു മഹബ്ബത്തും സിദ്ദീഖ് തങ്ങളിൽ നിന്ന് വന്നപ്പോ അള്ളാഹു എന്നെ വിളിച്ചു പറഞ്ഞു, ആ മോതിരത്തിൽ മൂന്നാമത്തെ ഒരു വരിയായിട്ട് നിങ്ങൾ എഴുതണം, എന്റെ വകയായിട്ട് എഴുത്ത് എഴുതണം, അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു എന്നൊരു എഴുത്ത് എഴുതണം. നല്ലോണം തഅലീമും ബഹുമാനവും നമ്മുടെ ഖൽബിൽ രൂപപ്പെട്ടു വരണം. വെറുതെ ആയി പോകരുത്. നമ്മുടെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവും ബഹുമാനവും മഹബ്ബത്തും ശരിയായ നിലക്ക് രൂഢമൂലമാകണം.
മഹാന്മാര് പഠിപ്പിച്ച് കാണിച്ച് വരച്ച് കാണിച്ച് തന്ന അതേ രൂപത്തിലൂടെ മൂലമാകണം. ഒരു മാറ്റം ഉണ്ടാകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയ ബഹുമാനം ചെറിയ ബഹുമാനമാണോ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞില്ലേ, ആ വരി ഞാൻ എഴുതിയതാണ്, അള്ളാഹുവാണ് എന്നോട് അങ്ങനെ എഴുതാൻ വേണ്ടി കൽപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ട ബഹുമാനവും മഹബ്ബത്തും നോക്ക് നിങ്ങൾ, എത്രമാത്രം വലിയ മഹബ്ബത്താണ്. അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ മാത്രം എഴുതിയതിനല്ല ഈ അംഗീകാരം കൊടുത്തത്. പിന്നെയോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്മും കൂടി ചേർത്ത് എഴുതിയപ്പോ മൂന്നാമത്തെ ഒരു സ്ഥാനം. എന്തൊരു ബഹുമാനമാണ് ആ സ്ഥാനം, എന്തൊരു ബഹുമാനമാണ് കിട്ടിയത്. ചെറിയ ബഹുമാനമാണോ? ചെറിയ ബഹുമാനമല്ല. അതുകൊണ്ട് തന്നെയാണ് ആ മഹബ്ബത്ത് ആ രൂപത്തിൽ അല്ലാഹു ഖബൂലാക്കിയത് കൊണ്ടാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളോട് ചേർന്ന് കിടക്കാനുള്ളൊരു ബഹുമാനവും സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൈവന്നു പോയത് ആ മഹബ്ബത്ത് കൊണ്ടാണ്, ആ ആദരവ് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, ആദരിക്കേണ്ട രൂപത്തിന് നമ്മൾ ആദരിക്കണം. നിങ്ങളെ വീട്ടിലൊക്കെ മൗലിദ് ഓതുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അതിനു മുമ്പ് ഒരു കുളി കുളിക്കണം. നമ്മൾ എന്തിനാണ് മുന്നോട്ടിരിക്കാൻ വേണ്ടി പോകുന്നത്? മങ്കൂസ് മൗലിദാകട്ടെ, ഷറഫല്ലന മൗലിദാകട്ടെ, സുബ്ഹാന മൗലിദാകട്ടെ, ബർസഞ്ചി മൗലിദാകട്ടെ, മധുഹുകളെ കൊണ്ട് ധാരാളം അറിയപ്പെട്ട മൗലിദുകളുണ്ടല്ലോ, ഏതാകട്ടെ, ബുർഉദ്ദാ സദസ്സാണെങ്കിലും നല്ലോണം ഒന്ന് കുളിച്ച് ഒന്ന് ഉളു എടുത്ത് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അത്തർ പൂശി മുടിയൊക്കെ ചീകി തലയൊക്കെ മറച്ച് നല്ല ബഹുമാനത്തോടെ ഇരിക്കണം. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിനുള്ള വലിയ വഴിയാണ്. അള്ളാഹുവിന്റെ അംഗീകാരത്തിനുള്ള വലിയ മാർഗമാണ്. സ്വഹാബിമാര് സ്വീകരിച്ചു പോന്ന മാർഗം അതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോഴേക്ക് വിറ കൊണ്ട സ്വഹാബിമാരില്ലേ, വിറച്ച് വീണവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കാനും വിശദീകരിക്കാനും ആദരവിന്റെ ആഴം കൊണ്ട് സാധിക്കാതെ പോയ മഹാന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്, അവരുടെ മനസ്സിലൊക്കെ രൂപപ്പെട്ടു വന്ന ബഹുമാനം, അവരുടെ മനസ്സിലൊക്കെ രൂപപ്പെട്ടു വന്ന മഹബ്ബത്ത്, അത് വർണ്ണിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങൾ അവിടെ മദ്ഹിന്റെ സദസ്സിൽ സംബന്ധിക്കുകയാണെങ്കിലും മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കുകയാണെങ്കിലും ഏറ്റവും പ്രധാനമായി നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയപ്പെടുന്നൊരു സ്ഥലമാണത്. അതിനനുസരിച്ചുള്ള ബഹുമാനമാണ് അവിടെ സ്വീകരിക്കേണ്ടത്.